നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. നമ്മുടെ ഇന്നത്തെ പതിവ് എന്താ വെച്ചാൽ ഒരു പരിഹാരമാണ്. അതായത് ഓരോരോ വെള്ളിയാഴ്ചയിലും രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിലിരുന്ന്, അത് നിങ്ങൾക്ക് ഏതിടത്തിൽ വേണമെങ്കിലും ഇരിക്കാവുന്നതാണ്, ആ ഇടത്തിലിരുന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്, അതായത് അമേദിയായിരുന്നിട്ട് ചെയ്യേണ്ട ഒരു വഴിപാട്. ഈ മെത്തേഡിന് വന്നിട്ട് യാതൊരു തരത്തിലുള്ള റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമേ ഇല്ല. നിങ്ങൾ കുളിക്കണമെന്നോ, നിങ്ങൾക്ക് പീരീഡ്സ് ടൈമെന്നോ, നിങ്ങൾ നോൺ വെജ് കഴിച്ചു എന്നോ അങ്ങനെ യാതൊന്നും തന്നെ ഇല്ല. നമുക്കിപ്പോൾ ഇതിനാവശ്യമുള്ള ഒരു പൊരുൾ എന്താ വെച്ചാൽ ഒരു നോട്ട് ബുക്കാണ്. ഒരു പ്ലെയിൻ നോട്ട് ബുക്ക് എടുത്തോളുക, കൂടെ ഒരു പെന്നും എടുത്തോളുക. പെൻ വന്നിട്ട് ഒന്നുകിൽ റെഡ് കളറ് അല്ലെങ്കിൽ ബ്ലൂ കളറ്, ഈ രണ്ട് കളറിൽ ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ വന്നിട്ട് ബ്ലൂ കളർ പെന്നാണ് എടുത്തിരിക്കുന്നത്. സ്കെച്ച് പെന്നോ മാർക്കറോ അത് ഏതോ നിങ്ങൾക്ക് ഏതാ കയ്യിലുള്ളത് അത് എടുത്തോളുക. ഞാൻ വന്നിട്ട് സ്കെച്ച് പെന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ നമുക്ക് ആവശ്യമുള്ള വേറൊരു പൊരുൾ കൂടെ ഉണ്ട്. അതെന്താ വെച്ചാല് സാൾട്ട് ഉപ്പാണ്. അതായത് തരിയുപ്പോ അതല്ലെങ്കിൽ കല്ലുപ്പോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. രണ്ടും തെറ്റില്ല. ഞാൻ വന്നിട്ട് തരിയുപ്പാണ് എടുത്തിരിക്കുന്നത്. വീട്ടില് പാചകത്തിന് യൂസ് ചെയ്യുന്നതായാലും എടുത്തോളുക, ഒന്നും പ്രശ്നമില്ല, കുറച്ച് മതി. ശരിയാ. ഇത് വെള്ളിയാഴ്ച നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആഴ്ച തോറും ചെയ്തു വരേണ്ട ഒരു പരിഹാരം. ഇങ്ങനെ നിങ്ങൾ കണ്ടിന്യൂസ്ലി വീക്ക്ലി ചെയ്തു വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഓരോ പ്രോബ്ലവും നിങ്ങളെ വിട്ട് അകന്നു മാറിപ്പോവും. നിങ്ങളത് അനുഭവിച്ചറിയും. നിങ്ങളുടെ കണ്ണാലെ അനുഭവിച്ച് നിങ്ങൾക്കത് മനസ്സിലാവുമ്പോഴല്ലേ അതിനൊരു എന്താ പറയുക സന്തോഷം കിട്ടത്തുള്ളൂ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാല് ഈ നോട്ടില് നോക്കിക്കോളൂ, ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ നോക്കിക്കോളൂ. എന്താ എഴുതിയിരിക്കുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം പ്രോബ്ലം ഇരിക്കുന്നുവോ അതൊക്കെ എഴുതാം. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിളിനായിട്ട് എഴുതിയിരിക്കുന്നത് 15 ലക്ഷം കടമുണ്ട്, കല്യാണം നടക്കണം, അസുഖം ഭേദമാവണം, തൊഴിൽ മുന്നേറ്റം, ഇതൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത്രയും എഴുതിയിട്ട് കൂടെ വന്നിട്ട് അതിന്റെ കീഴെയായിട്ട് ഈ 3 നമ്പേഴ്സിനെയും, അതായത് അടുത്തടുത്തായിട്ട് 1 by 1 ആയിട്ട് എഴുതിക്കൊള്ളുക താഴെ. ഇപ്പൊ ഞാനൊരു റൗണ്ട് ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റൗണ്ട് ചെയ്ത് കാണിക്കുന്നത്. ഈ നമ്പർ മട്ടും നിങ്ങൾ 47 ടൈംസ്, അതായത് 47 തവണ എഴുതണം. അടുത്ത പേജ് എടുക്കുക, നിങ്ങൾ 1 by 1 ആയിട്ട് 47 തവണ 47 ടൈംസ് എഴുതിക്കൊള്ളുക. ഈ നമ്പർ എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്കിരിക്കുന്ന എല്ലാ പ്രോബ്ലംസും വന്നിട്ട് ശരിയാവണം എന്ന് പ്രേ ചെയ്തിട്ട് വേണം നമ്പർ എഴുതാനായിട്ട്. പ്രേ ചെയ്യുന്നത് മാത്രമല്ല, അതൊരു വിശ്വാസമായിട്ട് നിങ്ങൾ എടുത്തിട്ട് നടക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ച് എഴുതിക്കൊള്ളുക. ഓർക്കുക, വെള്ളിയാഴ്ച രാത്രി ഉറങ്ങുന്നതിന് മുന്നേ എഴുതിക്കൊള്ളുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക. ഈ നമ്പറിനെ വന്നിട്ട് സർവസിദ്ധി കാര്യ നമ്പർ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കിരിക്കുന്ന എങ്ങനെയുള്ള വിഷയങ്ങളായാലും ശരി, അതെല്ലാം ശരി ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തരാൻ കഴിവുള്ള നമ്പർ. ഞാൻ മറുപടിയും പറയാണ്, വെള്ളിയാഴ്ച മാത്രമേ ഇത് ചെയ്യാവൂ, ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യാനും പാടുള്ളൂ. ശരിയാ. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ തന്നെ ഒരു വെള്ള ബുക്കിൽ, ഒരു പേപ്പറിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം എഴുതുക ഫസ്റ്റിൽ. അത് കഴിഞ്ഞിട്ട് ഈ നമ്പർ, ഈ പറഞ്ഞു തന്ന നമ്പർ താഴെ നിങ്ങളൊരു 47 തവണ 47 ടൈംസ് എഴുതുക. നിങ്ങൾക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളുക. ശരിയാ. ഇപ്പൊ ഞാൻ എഴുതിയത് നിങ്ങൾക്ക് കാണിക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഞാൻ നമ്പേഴ്സിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വന്നിട്ട് കണ്ടിപ്പാ അത് വന്ന് 47 ടൈംസ് എഴുതിയിരിക്കണം. ശരിയാ. ഇങ്ങനെ എഴുതിയതിന് ശേഷം ഇനി ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറയാം. ഇതുകൊണ്ടുള്ള നേട്ടം എന്താ വെച്ചാല് 48 മണിനേരം, അതായത് 48 hours നിങ്ങൾക്ക് റിസൾട്ട് വന്ന് കിട്ടും. ഇപ്പൊ നമ്മൾ എഴുതി വെക്കുന്നത്, ഓരോരോ വെള്ളിയാഴ്ച നമ്മൾ എഴുതി വെക്കുന്നതും നിങ്ങൾ
ചെയ്തിട്ടേ വരിക. നിങ്ങൾക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഇരിക്കുന്നുവോ അതെല്ലാം എഴുതി മനസ്സിൽ പ്രാർത്ഥിച്ച് അത് നടക്കും എന്ന വിശ്വാസത്തിൽ നിങ്ങളിത് ചെയ്തിട്ടേ വരിക. ഞാൻ വന്നിട്ട് ഉദാഹരണത്തിനാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ 47 ടൈംസ് മസ്റ്റ് ആയിട്ട് എഴുതുക. ശരിയാ? പേപ്പർ ഫുള്ളാക്കി എഴുതിക്കൊള്ളുക. ഇപ്പോൾ നെക്സ്റ്റ് പേജ് തന്നെ എഴുതണമെന്നില്ല, സൈഡിലും എല്ലാം നിങ്ങൾ 47 തവണ കംപ്ലീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇത് എഴുതി വെച്ചിട്ട് 48 മണി നേരത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് വന്ന് കിട്ടും. നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. അത്രയ്ക്കും ശക്തിയായ ഒരു നമ്പറാണിത്. വെള്ളിയാഴ്ച രാത്രി ഈ നമ്പറുകളെ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു മാജിക് നടക്കും എന്നതാണ് ഐതിഹ്യം. അങ്ങനെയാണ് നമ്മുടെ ഏഞ്ചൽ നമ്പേഴ്സ്, സ്വിച്ച് വേർഡ്, ഇതൊക്കെ നമ്മൾ പ്രപഞ്ചത്തിനോട് പ്രേ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നല്ലൊരു മാജിക് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കും. ഇപ്പോൾ ഇത് എഴുതിയല്ലോ. ഇനി അടുത്ത് എന്താ ചെയ്യേണ്ട വെച്ചാൽ, ഈ തരിയുപ്പ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ ഉപ്പ് എടുത്തിട്ട് ഈ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നില്ലേ അതിലോട്ട് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് പരത്തുക. ഇപ്പൊ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം, ഇല്ലെങ്കിൽ വിട്ടോളൂ. എന്നിട്ട് ആ നമ്പർ എഴുതിയിരിക്കുന്ന അവിടെ നന്നായിട്ട് സർക്കിളിന് ചുറ്റും ഇങ്ങനെ നന്നായിട്ട് പരത്തുക. ഇത് വന്നിട്ട് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഫസ്റ്റിൽ എഴുതിയിരിക്കുന്നില്ലേ അവിടെ 47 തവണ നിങ്ങൾ ഇങ്ങനെ സർക്കിളായിട്ട് നിങ്ങൾ പരത്തിക്കൊണ്ടേയിരിക്കുക. ശരിയാ? ഇപ്പൊ സർക്കിൾ വരച്ചില്ലെങ്കിലും ബുദ്ധിമുട്ടില്ല, ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഈ 48 തവണ കൈ കൊണ്ട് ഇതിങ്ങനെ സർക്കിളിൽ മേലെ വരച്ചിട്ടേ ഇരിക്കുക. 48 തടവല്ല, 47 തടവ് നിങ്ങളിങ്ങനെ ഉപ്പെടുത്ത് പരത്തിക്കൊണ്ടേ ഇരിക്കുക. ശരിയാ? ഇങ്ങനെ ചുറ്റി ഒരു വട്ടമായിട്ട് ഞാൻ കാണിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇത് ചുറ്റുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മേലോട്ട് മാത്രം ചുറ്റുക, കീഴോട്ട് വരുന്ന മാതിരി ചുറ്റാൻ പാടില്ല. ഓക്കെ, തെളിവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ പ്രോബ്ലം എഴുതിയിരിക്കുന്നതിന്റെ മേലെ നമ്മൾ മേലോട്ട് നോക്കി നമ്മളിത് ചുറ്റണം, അല്ലാതെ കീഴോട്ട് ചുറ്റരുത്. ശരിയാ? ഉപ്പ് കൊണ്ട് ഇങ്ങനെ റൗണ്ടായിട്ട് നിങ്ങൾ ചുറ്റിച്ചിട്ട് അതുവേ 47 തവണ കണ്ടിന്യൂ ചെയ്തോളുക. ശരിയാ? വേറൊന്ന്, ഉപ്പ് വന്നിട്ട് തറയിലോ എങ്ങും വീഴാൻ പാടില്ല, അത് കുള്ളിൽ തന്നെ നിൽക്കണം. അതിനാലെയാണ് ഞാൻ ഈ നോട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചിട്ടേ ഇരിക്കുന്നത്. നിങ്ങൾ വന്നിട്ട് വെള്ള ഷീറ്റിൽ എഴുതിയിട്ട് അത് ഉപ്പ് വന്നിട്ട് തറയിൽ കൊട്ടാത്ത രീതിക്ക് നിങ്ങൾക്ക് കുറച്ചുപ്പ് വെച്ചും ചെയ്യാവുന്നതാണ്. ശരിയാ? ഇപ്പൊ ഞാൻ ഈ പേജിൽ വന്നിട്ട് ഉപ്പ് വെച്ച് പരത്തി 47 തവണ പരത്തി ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത പേജിൽ 47 തവണ ഈ നമ്പർ എഴുതാൻ പറഞ്ഞിരുന്നില്ലേ? ഇനി ആ പേജിലോട്ട് വന്നിട്ട് ഈ നമ്പറിന്റെ മേലെ ഈ ഉപ്പിനെ വന്നിട്ട് കുറച്ചിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തുക. അതായത് ഈ നമ്പറിന്റെ മേലെ നിങ്ങൾ ഇങ്ങനെ പരത്തി കുറച്ച് ഉപ്പ് വെച്ച് പരത്തിയാൽ മതി. അങ്ങനെ 47 തവണ നിങ്ങൾ വട്ടത്തിന് പരത്തിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നില്ലേ, അത് കറക്റ്റായിട്ട് നിങ്ങൾ കൗണ്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. 47 തവണയിൽ കുറയരുത്. ശരിയാ? ഇങ്ങനെ ചെയ്തോളുക. ഇപ്പൊ നിങ്ങൾ ചുറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രോബ്ലംസ്, എന്തൊക്കെ പ്രോബ്ലംസ് ഇരിക്കുന്നുവോ അതെല്ലാം നിങ്ങൾക്ക് ശരിയായിടും. ഈ ഉപ്പ് എങ്ങനെ കരഞ്ഞു പോകുന്നുവോ അതുപോലെ എൻ്റെ പ്രശ്നങ്ങളും ഇല്ലാതാവും. അത് കരഞ്ഞില്ലാതാവും എന്ന ഒരു മെന്റാലിറ്റിയിൽ വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ചെയ്തോളുക. ഇത് നിങ്ങൾ ചെയ്തതിന് ശേഷം അങ്ങനെ തന്നെ ആ നോട്ട് മൂടി വെച്ചോളുക. ഇപ്പൊ പേപ്പറിൽ എഴുതുന്ന ആണെങ്കിൽ അങ്ങനെ തന്നെ പേപ്പർ മടിച്ചു വെച്ചോളുക. ശരിയാ? ഒരു ഷെൽഫിലെയോ അല്ലെങ്കിൽ പൂജ അറയിലെയോ എവിടെയോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നിടത്ത് മടിച്ചു വെച്ചോളുക. ഇപ്പൊ എന്താ ചെയ്യേണ്ട വെച്ചാല്, ഇപ്പൊ വെള്ളിയാഴ്ചയല്ലേ നിങ്ങൾ ചെയ്യുന്നത്, വെള്ളിയാഴ്ച നിങ്ങൾ ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾ ഇത് മടിച്ചു വെച്ചിട്ട് ഉറങ്ങിക്കോളുക. അടുത്തത് നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ, ഇപ്പോൾ സാറ്റർഡേ ശനിയാഴ്ച രാവിലെ തന്നെ നിങ്ങൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ബുക്കിലിരിക്കുന്ന അല്ല ഈ പേപ്പറിലിരിക്കുന്ന ഉപ്പിനെ നിങ്ങൾ എടുത്ത് തട്ടിയെടുക്കുക. എടുത്തതിന് ശേഷം ഈ ഉപ്പ് എന്ത് ചെയ്യണം വെച്ചാല്, കുറച്ച് വെള്ളം എടുത്തിട്ട് വീട്ടിലെ സിങ്കിലെയോ ഇല്ലെങ്കിൽ വീട്ട് ഫ്രണ്ട് വാസലിലെയോ ഇത് നന്നായിട്ട് കലക്കി ഒഴിച്ചോളുക. ഇത്രയേ ഉള്ളൂ ഈ മെത്തേഡ്. ഒത്തിരി പവർഫുൾ ആയത്. ഇത് നിങ്ങൾ വന്നിട്ട് വീക്കിലി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്തോളുക. നിങ്ങൾ ഈ എഴുതി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുമോ അതല്ല ഏതെങ്കിലും 1-2 വിഷയമെങ്കിലും 48 മണി നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് നടന്നിരിക്കും. കറക്റ്റായിട്ട് 48 മണി നേരത്തിൽ നിങ്ങൾക്കത് ഫലിക്കും. നടന്നേ തീരും. ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷയം. ഇതിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കുന്ന എല്ലാ പ്രോബ്ലംസും വേണമെങ്കിലും എഴുതാം. അതല്ല നിങ്ങൾക്ക് എമർജൻസി നീഡ്ക്ക്, അതായത് എനിക്ക് അർജന്റായിട്ട് കുറച്ച് പണം വേണം, അതിനായിട്ടും നിങ്ങൾക്ക് എഴുതാം.
അതായത് ഒരു 48 മണി നേരത്തിൽ നിങ്ങൾക്കൊരു 25,000 രൂപ പണം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അത് വിശ്വാസത്തോടെ ചെയ്തോളുക. തീർച്ചയായിട്ടും അതിനൊരു വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഇത് വന്നിട്ട് ரொம்ப സിമ്പിള് ബട്ട് ഭയങ്കര എഫക്റ്റീവ്. ശരിങ്ങളാ? ഞാൻ പറഞ്ഞതുപോലെ യാതൊരു റൂൾസും ഇതിനില്ല. ആഴ്ച തോറും നിങ്ങൾ വെള്ളിയാഴ്ച കിടന്നുറങ്ങുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് നിങ്ങൾ കിടന്നുറങ്ങിക്കോളുക. ആര് വേണമെങ്കിലും ആർക്ക് വേണ്ടി വേണമെങ്കിലും ചെയ്യാം. അതായത് ഇപ്പോൾ അമ്മമാര് മക്കൾക്ക് വേണ്ടി ചെയ്യാം, ഹസ്ബൻഡിന് വേണ്ടി വൈഫിന് ചെയ്യാം, അങ്ങനെയൊക്കെ ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ശരിയാ? നിങ്ങൾ വീക്കിലി ഇത് ചെയ്ത് വരുമ്പോൾ പടിപ്പടിയായിട്ട് ഓരോരോ വിഷയങ്ങൾ, അതായത് ഗ്രാജുവലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം പോകുന്നത് നിങ്ങളെ കണ്ണിലെ കണ്ട് നിങ്ങൾ നിർവൃതി അടയും. ശരിയാ? 48 മണി നേരത്തിൽ എന്താ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇന്നത്തെ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. പതിവ് പിടിച്ചിരുന്നാൽ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണേ. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ അറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.